അൻസാറേ, ആ സർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നാൽ ക്ലീറ്റസിന് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. മോലാളി പറയുന്നത് ഈ കനകന്റെ ചെക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. ബുദ്ധിമുട്ടാകാൻ പറ്റുമോ? അതങ്ങ് മേടിച്ചതാ. ക്ലീറ്റസിന് മാത്രമല്ല, അൻസാറിനെയും ഞാൻ കാണേണ്ട പോലെ കാണും. എനിക്കിപ്പം തൽക്കാലം പൈസ ഒന്നും ആവശ്യമില്ല മോലാളി. അതല്ല, അതൊക്കെ വേണമല്ലോ. ഒക്കെ ഒരു സന്തോഷമല്ലേ. അൻസാർ ഒരു കാര്യം ചെയ്യും, ക്ലീറ്റസിന്റെ ആ പണയിടപാടുകൾക്ക് കനകന്റെ ഒരു ചെക്ക് എനിക്ക് മേടിച്ചതാ. അല്ല മോലാളി, ഇതിപ്പം ഈ കനകന്റെ ചെക്ക് നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നു വെച്ചോ. ശരി, ഈ ചെക്കിൽ ഇത് ആര് ഒപ്പിടും? അത് ക്ലീറ്റസ് വിചാരിച്ചാൽ ഇതല്ല ഇതിനേക്കാൾ അപ്പുറമുള്ള തരികള ചെയ്യും. അതുകൊണ്ട് കനകന്റെ ചെക്ക് മേടിച്ചതാ. ക്ലീറ്റസ് ഒക്കെ ഒപ്പിട്ടോളൂ. അല്ല, അതിപ്പം ഞാൻ എന്തായാലും ക്ലീറ്റസോട് സംസാരിക്കാം. എന്തായാലും മോലാളി സമ്മതിക്കണം, അപാര ബുദ്ധി തന്നെ. ക്ലീറ്റസിന് കൊടുത്ത പണം പിടിക്കാൻ കനകന്റെ ചെക്ക്. നമ്മുടെ പണം വാങ്ങണ്ടേ അൻസാറേ? അത് വേണം. മുതലും പലിശയായിട്ട് എത്രയായിരം രൂപയാ പലതവണയായിട്ട് തരാനുള്ളത്. ഇനി അത് അന്വേഷിച്ച് ക്ലീറ്റസിന്റെ വീട്ടിൽ ചെന്നാലത്തെ സ്ഥിതി ഗുണ്ടായുസത്തിന് കേസുണ്ട്. അറിയാമല്ലോ. അതറിയാം. അതുകൊണ്ട് കനകന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് മേടിച്ച് അനുസാറില്ല. അപ്പം മോലാളി ഈ പറയുന്ന വാക്കാണെന്നുള്ളത് അനുസാറിന് അറിയാമല്ലോ. അതെനിക്കറിയാം. ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. അത് ഞാൻ ഏറ്റു മോലാളി. എന്തായാലും കനകന്റെ ചെക്ക് സംഘടിപ്പിച്ചു. അനുസാർ വിചാരിച്ചാൽ പറ്റും. അത് റെഡിയാക്കാം മോലാളി. ഞാൻ കാണേണ്ട പോലെ കണ്ടോളാം. അത് കുഴപ്പമില്ല, കാര്യം നടക്കട്ടെ. ശരി മോലാളി. ശരി. ഹലോ, പറയാൻ സാറേ. എന്താടാ ഉറക്കെ പറ, കേട്ടൂടാ. എന്തോ എടാ, നീ റേഞ്ച് ഉള്ളിടത്ത് വാ. ഹലോ, ഹലോ എടാ, എനിക്കൊന്ന് കേട്ടൂടാ. നീ ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് വാ. ഹലോ ഹലോ ഒന്നീ അവൻ്റെ പൊട്ട ഫോണ് മാറ്റണം, അല്ലെങ്കിൽ റേഞ്ച് ഉള്ളിടത്ത് നിന്ന് വിളിക്കണം. ഇത് എന്താ രാവിലെ അൻസാറുമായിട്ട് പരിപാടി? കുറെ നേരം അല്ലേ വിളിക്കണേ ഹലോ ഹലോ എന്ന്? ചെറിയൊരു ബിസിനസ് പരിപാടി. ബിസിനസ് തുടങ്ങാണ്? എന്താ നിനക്കൊരു പുച്ഛം പോലെ? അയ്യോ, പുച്ഛമൊന്നുമില്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുവേ, അതുകൊണ്ടാ. ഇതുവരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ക്ലീറ്റോ? മുള്ളംപന്നി ബലൂൺ കച്ചവടം നടത്തിയ പോലെ ഉണ്ടാവും നിങ്ങൾ. അത് ശരിയാ, മുള്ളംപന്നി എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവും, നശിപ്പിച്ചോളും. നിങ്ങൾ രാവിലെ എന്നോട് തല്ലുപിടിക്കാൻ വരാതെ ആശുപത്രി പോകാൻ നോക്കിക്കേ. ഇന്നലെ മുതൽ ഞാൻ പറയണതാണ് ആശുപത്രി പോകുന്ന മുഖമൊക്കെ ഇരിക്കണുണ്ടോ? ആദ്യം പോയി ആ മുടി ഒന്ന് വെട്ടിക്കള, ചപ്രത്തല. ഞാനേ ഈ കഴുത്ത് വെച്ചങ്ങ് വെട്ടി നിനക്ക് ഇവിടെ കൊണ്ടു വെച്ചാൽ സമാധാനാവോ? എന്തെങ്കിലും പറയുമ്പോ ഇത് പറഞ്ഞാൽ ആശുപത്രി പോന്ന് പറഞ്ഞാൽ മതി. നിന്റെ അപ്പ ഹവീൽദാർ ഇട്ട് വെച്ചാൽ ആശുപത്രിയിൽ ആങ്ങളല്ലേ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കണം, ചെന്നങ്ങ് വെറുതെ കയറാൻ. എന്റെ ആങ്ങളായിരുന്നെങ്കിൽ വിഷം കുത്തി വെച്ച് നിങ്ങളെ പണ്ടേ വന്നു. കുത്തി വെക്കണുണ്ട്, കുറച്ചായിട്ടാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ തൊട്ട് കയറിക്കോ. കണ്ടോ എന്ത് കച്ചവടം ചെയ്യാൻ പോണേ? ദുരന്തം ഏത് വഴിക്ക് വരുമെന്നറിയാനാ. വരണമെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാടി. എന്താ ചെയ്യാൻ പോണെന്ന് പറയ്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ തോന്നിയാസം നടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞങ്ങൾ ബിസിനസ് പാർട്ണർ ഇതിൽ കൂടുതൽ ആളെ കൂട്ടാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങൾ തൽക്കാലം 2 പേർക്കുള്ളതേ ഉള്ളൂ. ഇത് എന്താന്ന്? ഒരു ഗൾഫുകാരൻ്റെ വീടാ. അവൻ ഗൾഫിൽ പണിയൊക്കെ ഏതാണ്ട് പോയി നാട്ടിലേക്ക് വരണം. വീട് അത്യാവശ്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ചുടുവിൽ അത് അടിച്ചെടുക്കാം. ഒരു ടോക്കൺ കൊടുത്താൽ മതി, മറച്ചടിക്കാം. ആളുണ്ട്. ഒരു സൈക്കിള് വിറ്റെടുക്കാൻ പറ്റണില്ല ആ മനുഷ്യനാണ്. ഇനി കോടികളുടെ പോയി എഴുന്നേറ്റ് പോകിട്ടോ. അതെ, രാവിലെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു പണി ചെയ്തോണ്ടിരിക്കുകയല്ലേ? എന്തേ വിളിച്ചിട്ട് കട്ട് ചെയ്തത്? ഞാൻ വിളിക്കട്ടെ. എന്തേ നീ മിസ് കോൾ അടിപ്പിച്ച് വിളിക്കണേ? നിങ്ങക്ക് അങ്ങോട്ട് വിളിക്കാൻ പാടില്ല. അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ തോനെ പൈസ കിടക്കല്ലേ വിളിക്കാൻ. ഞാൻ വിളിക്കില്ല. മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കഷ്ടമാണ്. അതെ, ഞങ്ങൾ എന്തേലും ചെയ്തങ്ങ് ജീവിച്ചോളാം. ഉപദ്രവിക്കാൻ വരാതിരിക്കാവോ? എഴുന്നേറ്റ് ആശുപത്രി പോകാൻ നോക്ക് ക്ലീറ്റോ. 50 രൂപയുള്ളത് ഞാൻ തരാം. ഞാൻ ആശുപത്രി പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ചുമക്കുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അവിടെ ഇരുന്ന് ചുമച്ച് അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ചുക്ക് കാപ്പി ഇട്ട് തരാം. അതിനെന്താ നോക്കോ അയ്യ? എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നോണ പറയണ? ഞാൻ ഇട്ട് തന്നില്ലേ ക്ലീറ്റോ? അതിലൊരു ചുക്കും ഇല്ലായിരുന്നു. ചുക്കണില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ?
കാപ്പിയാൻ ഇട്ട് വന്നതാ. കാലുമുട്ടാണെങ്കിൽ അത് വേദന. അതെ, നീ നേരത്തെ പറഞ്ഞ 50 രൂപ ചെന്നേ. ആശുപത്രി പോകാനല്ലേ? മൊബൈൽ ചാർജ് കിട്ടും. ആ, പള്ളി പോയി പറഞ്ഞാൽ മതി, തരില്ല. ആശുപത്രി പോകാനാണെങ്കിൽ 50 രൂപ തരും. മൊബൈൽ ചാർജ് ചെയ്യണ്ട, അത് ബിസിനസ് പാർട്ട്നേഴ്സ് തന്നെ ഞാനേ ഡീൽ ചെയ്താൽ ആദ്യം പള്ളിയിൽ ചെന്ന് പറയാം, അപ്പോഴത്തേക്കും നിനക്ക് തരാൻ തോന്നണമെങ്കിലാ. ഇല്ല തോന്നൂല. കർത്താവേ, ഏത് നേരത്താണോ ഈ വീട്ടിലോട്ട് എഴുന്നള്ളാൻ തോന്നിയത്? കാപ്പി വേണോ? നിന്റെ തണ്ട ആവിൽക്കാരനോട് കൊടുക്കും. ഞാനും കൂടി വരാൻ ക്ലീറ്റ് ആശുപത്രിയിൽ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, നിന്റെ കൂടെ അതിൽ നിന്നും ഭേദം ഞാൻ ഈ ചുമക്കണതാ നല്ലത്. Alien versus Alien.